ഹായ് കൂട്ടുകാരെ, ഞാൻ ആദ്യമായിട്ടൊരു ഓൺ വോയിസ് വന്നേക്കുവാണേ. ഞാനിപ്പോൾ ഒരു യാത്രയിലാണ്. യാത്ര എങ്ങോട്ടെന്ന് വെച്ചാൽ, ഞാൻ സ്കൂളിൽ പണ്ട് പഠിച്ച 8, 9, 10 പഠിച്ച സ്കൂളിലേക്കൊരു യാത്രയാണ്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. ഇപ്പോൾ ഏകദേശം 10-25 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ഈ ഒരു ജംഗ്ഷൻ കണ്ടോ, ഇവിടെ ഒരു ഓർമ്മകളുണ്ട്. അതായത് എൻ്റെ ആദ്യ പ്രണയം, അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഒരു വല്ലാത്ത ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നു. പിന്നെ അന്ന് ഈ കുരിശുംതൊട്ടി ഇത്ര ഡെവലപ്പ് അല്ലായിരുന്നു. എന്നിട്ട് ഈ കാണുന്ന ഒരു ചേട്ടൻ കടയിൽ ഇരിക്കുന്നത് കണ്ടോ, അവിടെ ഞാൻ തല കറങ്ങി ഇരുന്നത് ഓർമ്മയുണ്ട്. പിന്നെ ആ കാണുന്നൊരു പള്ളിയുണ്ടോ, പള്ളി അവിടെ ഒരു ടാങ്ക് നിൽക്കുന്നത് കണ്ടോ, അതിൻ്റെ മുകളിൽ അന്ന് മറ്റേ കൊളാമ്പിയൊക്കെ, വലിയ കൊളാമ്പിയുണ്ട്. ഇപ്പോൾ അത് നിരോധിച്ചു. ആ കൊളാമ്പിയൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ, ഇസ്രായേൽ നാഥ് എന്നുള്ള പാട്ടൊക്കെ ഇട്ടത് ഓർമ്മയുണ്ട്. ഇവിടുത്തെ പെരുന്നാളിനാണ്, അതൊക്കെ ഓർമ്മയുണ്ട്. പിന്നെ ഈ പള്ളി തൊട്ടപ്പുറത്തൊരു കടയുണ്ടായിരുന്നേ. ആ കടയുടെ അവിടെ നിന്ന് ഞങ്ങൾ മിഠായിയൊക്കെ മേടിക്കുമായിരുന്നു. ഒരു അപ്പച്ചൻ നടത്തുന്ന കടയാണ്. ഇപ്പോൾ കടയെല്ലാം ഇടിച്ച് കളഞ്ഞ് അവിടെയൊക്കെ പള്ളിക്കാരെടുത്തുനിന്ന് തോന്നുന്ന സ്ഥലമൊക്കെ ഇവിടെയായിരുന്നു. ഈ കാണുന്ന ഗേറ്റിങ്ങിന് അവിടെയായിരുന്നു കടയൊക്കെ. അവിടെ ഒരു പൃഥ്വിരാജിൻ്റെ സിനിമയുടെ ഒരു കാസ്റ്റ് ഇരുന്നതൊക്കെ ഓർമ്മയുണ്ട്. കഥ എന്ന സിനിമയുടെയൊക്കെ ഓർമ്മയുണ്ട്. ഇതാണ് ഞങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്ന ആർച്ചാണ്. ഇപ്പോഴും അതൊക്കെ തന്നെയുണ്ട്. പിന്നെ ഈ കാണുന്ന ഇതൊരു കടയായിരുന്നു അന്ന്. അപ്പോൾ സീറ്റ്നെന്ന് പറഞ്ഞ പലഹാരമൊക്കെ വിൽക്കുമായിരുന്നു അവിടെ. അപ്പോൾ അത് ഉച്ചയ്ക്ക് കഴിക്കാനൊക്കെ വന്ന ഓർമ്മയുണ്ട്. 2 രൂപ ഉള്ളായിരുന്നു അന്ന്. പിന്നെ ഈ കാണുന്ന അതാണ് കെട്ടിടം, അത് അന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലേക്ക് കടക്കുകയാണ്. JMHSS വാകത്താനത്താണ് ഈ സ്കൂള്. പിന്നത്തെ ഈ കാണുന്ന ഇവിടെ ഈ ഓഡിറ്റോറിയമായിരുന്നു. ഇപ്പോൾ ആ ഓഡിറ്റോറിയം എല്ലാം അവർ ഇടിച്ച് പൊളിച്ച് കളഞ്ഞതുണ്ടോ. ഇവിടെ ഒരു ഓഡിറ്റോറിയമായിരുന്നു. പിന്നെ എല്ലാം പുതുക്കി പണിതിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സാണ്. പഴയ ഓർമ്മകളൊക്കെ കടന്നു വരുന്നു. ഒരുപാട് ഓർമ്മകൾ. ഇതിലേക്ക് ഓടിച്ചാടി നടന്നതൊക്കെയാണ്. ഒരു വല്ലാത്ത ഫീലിങ്സ് ഇവിടെ നിൽക്കുമ്പോൾ. ഇത് അവിടുത്തെ ഗ്രൗണ്ടാണ്. പിന്നെ അത് പ്രിൻസിപ്പാളിൻ്റെ റൂമാണ്. അത് അന്നും ഇതുപോലെയൊക്കെ തന്നെയുണ്ട്. അതുപോലെ ചെടികളൊക്കെ ഉണ്ട്. ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു അന്നൊക്കെ. ഈ വരാന്തയിലൊരു പ്രണയത്തിൻ്റെ ഓർമ്മകളുണ്ട്. അന്ന് സ്പോർട്സിനിടയ്ക്ക് നടന്ന കഥയൊക്കെ ഉണ്ട്. ഒരുപാട് ഓർമ്മകൾ. എന്തോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എന്ത് വാക്കുകൾ പോലും കിട്ടുന്നില്ല. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു പന്ത് കളി നടക്കുന്നുണ്ട്. അതിന് വേണ്ടി ആൾക്കാരെല്ലാം വന്ന് കാണാൻ. ഇത് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വൈകുന്നേരം. ഇത് വേറൊരു ജംഗ്ഷനിൽ പോയി ബസ് കയറാൻ വേണ്ടി പോകുന്നു. ഇതിലെങ്ങനെ ഓടും. 4 മണിയാകുമ്പോൾ ഇതിലൊറ്റ ഓട്ടമാണ് ബാഗുമായിട്ട്. എന്നുവെച്ചാൽ തിരക്കുകളില്ലാതെ ബസ് സൈഡ് സീറ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഓടുന്നതാണ്. ഇതിലേക്ക് ഓടും. അന്നത്തെ ആ ജംഗ്ഷൻ ഇപ്പോഴും ഉണ്ട്. ഇവിടെ കുറച്ച് കൂടെ പഠിച്ച ആൾക്കാരുടെ വീടുണ്ട് ഇവിടെ തൊട്ടപ്പുറത്ത്. കണ്ടോ, ഈ വഴി കണ്ടോ, എന്ത് രസമാണ് ഇത് കാണാനല്ലേ. അന്നും ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ. ഇതിലൊക്കെ ഇങ്ങനെ ഓടുമായിരുന്നു. ബാഗ് കെട്ട് വേർത്ത് ഓടി ഇങ്ങനെ പോകും. ഇതൊരു കണ്ടമാണ്, വയലാണ്. ഇവിടെ ഇപ്പോൾ ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തേക്കുവാണ്. അന്ന് ഈ മരങ്ങളോ ഇതൊന്നും ഇല്ലായിരുന്നു. ചുവപ്പണ ഓപ്പണായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് സൂപ്പറായിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം വന്നിരുന്നായിരുന്നു ഇവിടെ. നല്ല ഫീലിങ്സ് അവിടെ, നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിലെ ഇങ്ങനെ വരുന്നത്. ഇതൊരു കയറ്റമാണ്. ഈ കയറ്റത്തോടെയൊക്കെ ആ ഓട്ടോ പോകുന്നൊരു കയറ്റമാണ്. അതിലേക്കിങ്ങനെ ബാഗൊക്കെ വെച്ച് ഇങ്ങനെ ഓടിപ്പോകായിരുന്നു. ഈ ജംഗ്ഷൻ, ഇത് ആശുപത്രിപ്പടി എന്ന് പറഞ്ഞു. അന്നും സാൻജോസ് ബസ്സിലാണ് കയറി, ഇന്നും സാൻജോസ് എന്നൊരു ബസ്സിലാണ് കയറിയേക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ സൈഡ് സീറ്റ് ചെയ്തൊന്ന് ഇങ്ങനെ പോകും. അതും വൈകുന്നേരം. ഇപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. ഇത് പുതുപ്പള്ളിപ്പള്ളി അടുത്തുള്ള അങ്ങാടി എന്നുള്ള സ്റ്റോപ്പാണ്. ഇവിടെയായിരുന്നു ഞങ്ങളുടെ വീട് അന്ന്. അപ്പോൾ ഇത്രയേ ഉള്ള വീഡിയോ. ആദ്യമായിട്ടാണ് ഒരു ഓൺ വോയിസ് ഇടുന്നത്. എനിക്ക് അറിയത്തൊന്നുമില്ല സംസാരിക്കാനൊന്നും. എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇനിയും വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഓക്കെ, ടാറ്റ, ബൈ ബൈ.